ഗ്രേറ്റയ്ക്ക് പുതിയ കക്ഷി കിട്ടി. പക്ഷെ നിനക്ക് പിന്നെ ആരും വന്നില്ലേ? പിന്നെ വരാതെ. But uncle, it's all a game. You girls were the trouble. Now I want to free for a while. Uncle and American girlfriend വേണോ? You tell me. Girls will really fall for you. നീയാടാ മോനെ ശരിയായ അനന്തരവൻ. അമ്മാച്ചനെ ഇതിൽ കൂടുതൽ കെയർ ചെയ്യാൻ പറ്റുമോ? അമ്മാമേ, പോയതുപോലെ അല്ലല്ലോ തിരിച്ചു വരുന്നത്. അത് അങ്ങനെയാണ് അമ്മാമേ. Come on. നല്ല ആളാ. Hurry up, uncle. കേസ് ഏതാണ്ടൊക്കെ ഒത്തീർപ്പാവുന്നതിന്റെ ലക്ഷണമാണ്. കഴിഞ്ഞ ദിവസം അശ്വതി മാഡം എന്നെയും രമ്യയും അവളുടെ അമ്മയും ഒരുമിച്ചിരുത്തി സംസാരിച്ചായിരുന്നു. അപ്പൊ പെങ്കൊച്ചും അമ്മയും പ്രശ്നമൊന്നുമില്ലെന്നാ പറഞ്ഞേ. പക്ഷെ അന്ന് തന്നെ അശ്വതി മാഡത്തിന് ഡൽഹിക്ക് ഒരു കോൺഫറൻസിന് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നു കഴിയുമ്പോൾ അവര് ബാക്കിയൊക്കെ നോക്കാന്നാ പറഞ്ഞേക്കുന്നത്. ആശ്വാസം. പക്ഷെ ഞാവളി ഇനിയും കളിക്കുകയല്ലേ? ആ പേടിയുണ്ട്. പക്ഷേ പെണ്ണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അച്ഛനില്ലാത്ത കൊച്ചാ. അവൾക്കും അമ്മയ്ക്കും എങ്ങനെയെങ്കിലും സിനിമയിലെത്തി രക്ഷപ്പെട്ടാ മതി എന്നുള്ള മട്ടാ കാണുന്നേ. പിന്നെ അവിടെ എന്നാ ഉണ്ടടാ പോയി, നീ എവിടെ പൊളിക്കുവല്ലേ? അത് നിനക്ക് അറിയാഞ്ഞിട്ടാടാ. നമ്മുടെ പൈകയുടെ സുഖമൊന്നും ഈ അമേരിക്ക ഇല്ലടാ പോവേ. ഹലോ ഹലോ അമ്മാമേ, ഞാനെന്നാ ഇറങ്ങട്ടെ. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണേ. അത് പറയണോ അമ്മാമേ? അമ്മാമയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അനിയത്തിമാരെ വീട്ടിലോട്ടൊക്കെ വരാമല്ലോ. പിന്നെന്താ? എന്നാ പിന്നെ വൈകണ്ട, ജാൻസി നിന്നെ കാത്തിരിക്കല്ലേ. ഓക്കെ അമ്മാമേ. ചെല്ലേ. ബൈ. ആ അനിയൻകുട്ടാ, നിങ്ങൾ ഇത് എവിടെയാ? ഞാൻ ഇറങ്ങാ. ഞങ്ങളുടെ എവിടെ എത്തി? എവിടെ? അച്ചായ അവരെത്തി. അനിയൻകുട്ടാ, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എമർജൻസി കോൾ ഉണ്ടായിരുന്നു. ചേച്ചി പോയിട്ട് വരാം. അവള് പൊക്കോട്ടെ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അല്ലേ, മമ്മിയുടെ ആസ്മ ഇപ്പൊ എങ്ങനെയുണ്ട്? She's okay. ആ മോനെ, ഞാൻ പോയിട്ട് വരാടാ. അച്ചായനെ നോക്കിക്കോണേ. ഞാനിങ് ഏറ്റെടുത്തിരിക്കയല്ലേ. ആ അതൊക്കെ ഇരിക്കട്ടെ. എടാ, നീ അങ്കിളിനെ വീഴ്ത്തിയോ അതോ അങ്കിൾ നിന്നെ വീഴ്ത്തിയോ? ഇവൻ അങ്ങനെ സാധാരണ റിലേറ്റീവ്സിനോട് അടുക്കുന്ന ടീമൊന്നും അല്ല. അത് ഞങ്ങള് റിലേറ്റീവ്സ് അല്ലല്ലോ, ഫ്രണ്ട്സ്. ദാണ്ട് കിടക്കുന്നു. ഞാൻ പറഞ്ഞതാ കുറ്റം. Uncle, I have an assignment. I'll see you later. ഓക്കെ, നീ പോയിട്ട് വാ. Bye. അസൈൻമെന്റ് ഒന്നും അല്ല ഇത്, ചുമ്മാ യോ യോ യോ. നീ വാ, ഒരു സ്പെഷ്യൽ ഐറ്റം നിനക്ക് വേണ്ടിയുണ്ട്. കേറി വാളിയാ. പോണില്ലേ ഇവിടെ? അളിയോ, അളിയോ, ദാ അളിയൻ ചോദിച്ച സാധനം ഇതന്നെ. ഓ, മൺചട്ടിയോ? എന്റെ അളിയ, ഞാൻ ഇതിന്റെ കാര്യം അങ്ങ് മറന്നിരിക്കുമായിരുന്നു. ഈ വരുന്ന വീക്കെൻഡില് നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദറിൽ ഞാൻ ഇത് വെച്ചൊരു തകർക്കും. ഒരടിപൊളി സ്പെഷ്യൽ. പക്ഷേ ഇന്ന് അളിയൻ വന്നത് പ്രമാണിച്ച് എന്റെ മറ്റൊരു സ്പെഷ്യൽ ഒരു മെക്സിക്കൻ ഐറ്റം ആണ്. ഒരു പരീക്ഷണമാ. അളിയോ, എന്റെ പുറത്ത് തന്നെ വേണോ പരീക്ഷണം? എന്റെ അളിയ, ഇതുപോലെ വല്ലവരും വരുമ്പോഴേ എന്റെ പരീക്ഷണമൊക്കെ നടക്കൂ. ഇങ്ങോട്ട് നോക്ക്, നിന്റെ ചേച്ചി ഉണ്ടല്ലോ, അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അവക്ക് വല്ല കഞ്ഞിയോ ചപ്പാത്തിയോ, പിള്ളേർക്ക് ബർഗറും പിസയും. എനിക്കാണ് ഇതൊന്നുമില്ല, നടക്കത്തുമില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്തില്ലെങ്കിലേ കൈ ചൊറിയും. അതൊക്കെ ഇരിക്കട്ടെ, ഒരെണ്ണം ഒഴിക്കല്ലേ? വേണ്ട അളിയ. എടാ, പേടിക്കണ്ടെന്ന്. ചേച്ചി വരുന്നതിന് മുമ്പ് മണമൊക്കെ അങ്ങ് പൊക്കോളൂ. വേണ്ട, 2 ഉള്ളി അരിഞ്ഞുതരാം. വേണ്ട അളിയ. വേണ്ട പോ, ഞാൻ അടിക്കാൻ പോവാ. ഈ അളിയനൊരു കാര്യം. അളിയാ, ഞാൻ അതേ വരുന്നു.
ഒരു കാര്യം അറിയോ? ഇവിടെ എല്ലാമാരും പറയും തോമസ് കുട്ടി ഒരു പണിക്കും പോവാതെ ഭാര്യയുടെ ശമ്പളവും കൊണ്ട് ഉടായിപ്പും വെള്ളോടിയായിട്ട് നടക്കണമെന്നും. ആളിനാ കുപ്പിയും കെടുത്തേ. എടാ പറഞ്ഞോട്ടടാ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ബട്ട് ഐ ആം വെരി വെരി ഹാപ്പി. എടാ ഈ വീട്ടിലെ പണി മുഴുവൻ ചെയ്യുന്ന ഞാനല്ലേ? എന്താ പണിയല്ലേ? പിന്നെ ആ അളിയോ, ഞാനൊരു കാര്യം പറയട്ടെ. നല്ല ഉഗ്രം പെൺകൊച്ചുങ്ങളുണ്ട്. എടാ നിനക്കും വേണ്ട എന്നെ പോലെ ഹാപ്പി ആയിട്ടൊരു ലൈഫ്. ഞാനൊരാളെ നോക്കട്ടെ? ഹേയ് അയ്യോ, എനിക്ക് വേണ്ട അളിയാ. അതന്നെ എനിക്ക് തിരിച്ച് നാട്ടിൽ പോണം. അതന്നെ ഞാൻ ഹാപ്പി അല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനല്ല അച്ഛാ, അച്ഛാന്റെ ലൈഫ് അടിപൊളിയല്ലേ. എനിക്കത് ശരിയാവൂല, അതുകൊണ്ടാ. ഓ ഉറപ്പാണോ? പിന്നെ ആ എന്നാ ആ സങ്കടത്തിന് ഞാൻ ഒരെണ്ണം കൂടെ അടിക്കാം. കുപ്പിങ് ഇതാ. ഹലോ, ഇത് ജാൻസി അല്ലേ? അതെ. ജാൻസി, ഇത് ഞാനാ, ഡിവൈഎസ്പി അശ്വതി, ബിൻസിയുടെ ക്ലാസ്മേറ്റ്. ആ മനസ്സിലായി മനസ്സിലായി. എന്നാ മാഡം വിളിച്ചേ? അയ്യോ, മാഡം എന്നൊന്നും വിളിക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ ബിൻസിയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചേ. പിന്നെ ഞാൻ വിളിച്ചതേ, അനിയൻ കുഞ്ഞവിടെ ഇല്ലേ? ഉണ്ടല്ലോ, എന്റെ വീട്ടിലുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം? ഏയ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ. ഹോ, സത്യം പറഞ്ഞ അശ്വതി വിളിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി. പേടിക്കാനൊന്നുമില്ല, ഇവിടെ ചില പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ. എന്നാ ഒരു കാര്യം ചെയ്, അവനെ അവിടെ എങ്ങാനും നിർത്തി നല്ലൊരു പെണ്ണിനെ കെട്ടിച്ചുവിട്. ഒന്നും പറയണ്ട. എത്രയും വേഗം അവന് പൈകയിൽ തിരിച്ചെത്തണമെന്ന് ആഗ്രഹം. പക്ഷേ ഞങ്ങൾ അവനെ ഇവിടെ പിടിച്ചു നിർത്താൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അല്ല, അശ്വതിക്ക് അവനോട് സംസാരിക്കണോ? ഞാൻ ഫോൺ കൊടുക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ. എന്റെ അന്വേഷണം പറഞ്ഞേരേ. ഓക്കെ, താങ്ക് യു. ബൈ. ബൈ. ഇല്ല സർ, തലയ്ക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. എടോ അറിയാലോ, ഇതെങ്ങാനും പുറത്ത് ബ്ലാക്ക് മാർക്കറ്റിൽ ഇറങ്ങിയാൽ രാജ്യം ഒന്നടങ്കം പ്രതിസന്ധിയിലാവും. നീ അതൊന്ന് മ്യൂട്ട് ചെയ്തേ. എന്താ ചേച്ചി? കൂട്ടത്തിലൊരുത്തൻ ചതിക്കൂന്ന് കരുതിയില്ല. ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു, ഡിവൈഎസ്പി അശ്വതിയുടെ. എന്താ കാര്യം? പേടിയുണ്ട്. ഒന്നുമില്ലടാ, അവര് വെറുതെ ഒരു സ്നേഹാന്വേഷണം നടത്താൻ വിളിച്ചതാ. പക്ഷേ ഒരു കാര്യം അവർ ഉറപ്പിച്ചു പറഞ്ഞു, നിന്നെ ഇവിടെ തന്നെ ഒരു പെണ്ണും കെട്ടിച്ച് നിർത്താൻ. ഇവർക്കിത് എന്തിന്റെ അസുഖം? അവർക്കല്ല, ഞങ്ങള് പെങ്ങന്മാർക്കാ. അതുകൊണ്ട് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു കേട്ടോ. ഒന്ന് ചുമ്മാ തിരി ചേച്ചി. എന്നിട്ട് വേണം തോമസ് കുട്ടിച്ചായനെ പോലെ ഇങ്ങനെ ഭാര്യയുടെയും പിള്ളേരും മുമ്പിൽ കോമഡി കളിച്ച് നടക്കാൻ. ഓഹോ, അച്ചായൻ വെറും കൊമേഡിയനായിട്ട് ഞങ്ങളുടെ കൂടെ കഴിയുന്നു എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നേ? ശരിയാ മോനെ, പുറമേക്ക് അച്ചായൻ വെറും ഒരു കൊമേഡിയനാ. വേലയും കൂലിയില്ലാത്ത ജീവിതമാ. പക്ഷേ ആ മനുഷ്യനുള്ളത് കൊണ്ടാ ഞങ്ങളുടെ കുടുംബം സ്വർഗം പോലെ ഇങ്ങനെ പോകുന്നേ. നിനക്കറിയാമോ, 2 വർഷം മുമ്പ് എനിക്കൊരു ക്യാൻസർ കണ്ടീഷൻ ഉണ്ടായി. നാട്ടിലൊന്നും ആരെ അറിയിച്ചില്ല. ആ സമയത്തൊക്കെ അച്ചായൻ ഒറ്റയ്ക്ക് ഞങ്ങളുടെ എല്ലാ കാര്യവും നടത്തിക്കൊണ്ടു പോയി. ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് അച്ചായനുള്ളതുകൊണ്ട് പിള്ളേരുടെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ടി വന്നില്ല. ചില സമയത്തൊക്കെ ഞാനും പിള്ളേരും പോലും അങ്ങനെ കളിയാക്കും. ആ മനുഷ്യന്റെ വില ഞങ്ങൾ പോലും മറക്കും. സോറി ചേച്ചി. ദാ വരുന്നു.